കാത്തോടും വമ്പൻ വഴിത്തിരിവിലേക്ക് പ്രേക്ഷകരെ നടങ്ങും നിരാശയിലാക്കുന്ന സങ്കടത്തിലാക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്തുവിട്ടത്. വേറെ ഒന്നുമല്ല, നമ്മുടെ പ്രഭാവതിയും കാഞ്ചനയും ആറാടുകയാണെന്ന് തന്നെ പറയാം. വേറെ ഒന്നുമല്ല, നമ്മുടെ മീനുവിൻ്റെ അഖിലയുടെയും വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ നമ്മുടെ പ്രഭാവതി ഇങ്ങനെ പറയുന്നുണ്ട്. അവരെ നാട്ടുകാരെയും നമ്മുടെ മീനുവിൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ വിളിച്ചു വരുത്തി ഇങ്ങനെ പ്രഭാവതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇയാൾ ഈ നാട്ടുപ്രമാണി എന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്ന ഇയാൾ വൻ ചതിയനാണ്. പെൺമക്കൾക്ക് നിസാര സ്വർണം കൊടുത്ത് കെട്ടിച്ചിട്ട് ആരും അറിയാതെ ആ സ്വർണമൊക്കെ തിരിച്ച് മേടിച്ച് അതും കൊണ്ട് പുട്ടടിച്ച് നടക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പ്രഭാവതി പറയുന്നുണ്ട്. കൂടെ എന്താണ് പ്രഭാവതിയുടെ കെട്ടിയാൻ്റെ കയ്യിൽ നിന്നും ആ മീനുവിൻ്റെ അച്ഛൻ 50 ലക്ഷം രൂപയാണ് കടം മേടിച്ചതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നാട്ടുകാരെല്ലാം ഇങ്ങനെ വാപൊളിച്ച് നിൽക്കുക കേട്ടോ. അപ്പം നമ്മുടെ മീനുവിൻ്റെ അമ്മയ്ക്കും മുത്തശ്ശിക്കും പോലും ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ആകെ നമ്മുടെ മീനുവിൻ്റെ അച്ഛൻ മാത്രം അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ ഇവരെങ്ങനെ ഇതൊക്കെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞെട്ടി ആ ഒരു ഭയത്തോടെ നിൽക്കുന്ന രംഗം തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. ശേഷം നമ്മുടെ മീനുവിൻ്റെ അനിയത്തി ഈ ഒരു വിവരങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് ഇവരെ അർജുനേട്ടൻ്റെ അമ്മയും ചേച്ചിയും ഒക്കെ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതാണെന്നുള്ള കാര്യം നമ്മുടെ മീനുവിനെ വിളിച്ച് പറയുന്നുണ്ട്. ശേഷം മീനുവും അഖിലയും അപ്പം തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതും കാണാം. അപ്പോൾ ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇവരും കരയുകയാണ് കേട്ടോ. അയ്യോ, ഇത്രയ്ക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങളെന്നൊക്കെ ഇവരും അറിയുന്നത് അപ്പോഴാണ്. അപ്പോൾ ഇവരും കുറേ കിടന്ന് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രഭാവതി രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. 50 ലക്ഷം രൂപ നിങ്ങൾ എപ്പോൾ തരുന്നു അപ്പോഴേ നിങ്ങളുടെ 2 മക്കളും എൻ്റെ വീട്ടിലേക്ക് വരുള്ളൂ. അത്രയും നാൾ നിങ്ങളുടെ 2 മക്കളും ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടോ നമ്മുടെ മീനും അഖിലയും ഇങ്ങനെ കരയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെയൊക്കെയായി തീരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇതിന് വേണ്ടി നമ്മുടെ അർജുനും ഗൗതവും മുന്നിട്ടിറങ്ങുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇവരെ ഇവിടെ തന്നെ നിർത്തുമോ, അതിനായിരിക്കും അർജുനും ഗൗതവും. എനിക്ക് തോന്നുന്നില്ല അർജുൻ ഇതിനൊന്നും സമ്മതിക്കുമെന്ന്. അപ്പോൾ അർജുനും ഗൗതവും ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് ഇവരെ തിരികെ അവരുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകട്ടെ എന്നാണ് നമ്മൾ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയൊക്കെ തീരുമെന്നറിയാൻ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ.